ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷാ സീസൺസ് ഒക്കെ ഇങ്ങ് എടുത്തെത്തി. അപ്പോൾ RRBയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം June 27 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ഇനി അധികം ദിവസമില്ല. അപ്പം മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 27 മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഒക്കെ എത്തുന്ന സമയത്തേക്ക് സൈറ്റ് നല്ല ബിസി ആയിരിക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളിപ്പം പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത്രയും നാളൊന്നും നടന്നൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾക്ക് എന്താ ഇനി ഓടേണ്ട സമയം തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ. ഒരു സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിക്കുന്ന കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മുടെ പെർസെൻറ്റേജിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ എക്സാം സീസൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഒരു അവസരമാണ് ഒരു ക്രാഷ് കോഴ്സാണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ IBS നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 180 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ പ്രിലിംസും മെയിൻസും നമ്മൾ കവർ ചെയ്ത് തരും. അപ്പം നമ്മളിപ്പോൾ പ്രിപ്പറേഷൻസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഈ വർഷം തന്നെ നമുക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ പെർസെൻറ്റേജിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കാം ആദ്യം. ഇൻ ആൻ എക്സാം A scored 222 marks and failed by 8% marks. എന്താ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി? എക്ക് 222 മാർക്ക് എക്ക് കിട്ടി. എത്ര മാർക്കിനാണ് ഫെയിൽ ആയത്? പക്ഷേ 222 മാർക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? 8% മാർക്കിന് തോറ്റുപോയി. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്നും വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 222 മാർക്ക് കിട്ടി. പക്ഷേ എങ്കിൽ എത്ര ശതമാനം മാർക്കിനായി തോറ്റുപോയേ? 8% മാർക്കിന് ഫെയിലായി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ആരും ജയിച്ചിട്ടുണ്ടോ നോക്കാം. ഇൻ ദ സെയിം എക്സാം B scored 204 marks and failed by 11%. അയ്യോ, അപ്പോൾ ബിയും തോറ്റുപോയി അല്ലേ. അപ്പോൾ ഇവിടെ ജയിച്ചവരാരും ഇല്ലേ? ബിക്ക് എത്ര കിട്ടി? 204 മാർക്ക് കിട്ടി. 11% മാർക്കിന് ബി തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്തായിരിക്കും? പാസ് മാർക്കാണോ ചോദിച്ചേക്കുന്നത്? അല്ല. എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ മാക്സിമം മാർക്ക് ഓഫ് ദ എക്സാം. അപ്പോൾ അവർ നമ്മളെയും തോൽപ്പിക്കാൻ നോക്കുക. എന്താ അവർ ചോദിച്ചേക്കുന്നത്? ഈ എക്സാമിൻ്റെ മാക്സിമം മാർക്ക് എത്രയിലാണ് ഈ ഒരു പരീക്ഷ വന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത്രയും ഡീറ്റെയിൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ചോദ്യം തന്നെ. നോക്കാം. അപ്പം നോക്കി, എക്ക് കിട്ടിയതാണ് 222 മാർക്ക്, ബിക്ക് കിട്ടിയതാണ് 204 മാർക്ക്. എത്ര ശതമാനത്തിനാണ് ഫെയിലായേ? 8%. ബിയോ 11% അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മാർക്കിന് ഡിഫറൻസ് ആയിരിക്കത്തില്ലേ ഈ പെർസെൻറ്റേജിന് ഡിഫറൻസ് അല്ലേ? ആലോചിച്ച് നോക്കി, എയും ബിയും തമ്മിലുള്ള മാർക്കിന് ഡിഫറൻസ് തന്നെ അല്ലേ ഈ ഒരു പെർസെൻറ്റേജിന് ഡിഫറൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബി എത്ര ശതമാനത്തിനാണ് ഫെയിലായത്? 11% അല്ലേ. എയോ 8%. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്ര ആയിരിക്കും? 3% അല്ലേ. ഈ 3% എന്ന് പറയുന്നത് ഇവരുടെ മാർക്കിന് ഡിഫറൻസ് ആയിരിക്കത്തില്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 222 204 പോയാൽ എത്രയാണ് വരുന്നത്? 18. കുറയ്ക്കുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് നോക്കണം കേട്ടോ, മാറ്റിയിട്ട് കുറയ്ക്കാനൊന്നും പോകരുത്. അപ്പോൾ 18 എന്ന് പറയുന്നത് 3% അല്ലേ. അപ്പോൾ 3% നമുക്ക് കിട്ടി. ഇത് നമ്മൾ എത്ര കണ്ടുപിടിക്കേണ്ടേ? 100%. 100% അല്ലേ മാക്സിമം മാർക്ക്. അപ്പോൾ 100% ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം 3% 18 ആണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എങ്ങനെ ഇപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 18 × 100 ഡിവൈഡ് ബൈ 3. അപ്പോൾ എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 18 × 100 ഡിവൈഡ് ബൈ 3. അപ്പോൾ 3ൻ്റെ ടേബിൾ വരുമ്പോൾ 3 6 are 18. അപ്പോൾ മാക്സിമം മാർക്ക് എത്ര വരുന്നത്? 6 × 100 600 ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമുക്കിങ്ങനെ 2 സ്കോറും അവർ ഫെയിൽ ചെയ്ത പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം സ്കോർ എടുത്തെഴുതുക, പെർസെൻറ്റേജും എടുത്തെഴുതുക. ഈ പെർസെൻറ്റേജിന് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും എന്താണ്? നമുക്ക് എത്ര ഇവരുടെ ഒരു മാർക്കിന് തമ്മിലുള്ള ഡിഫറൻസ് പെർസെൻറ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പം നമുക്ക് ഒരു 100%ൻ്റെ ഏതെങ്കിലും ഒരു
അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. അങ്ങനെ 3% 18 ആണ് കിട്ടുമ്പോൾ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100% ആയിരിക്കത്തില്ലേ? ആ 100% കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 600 ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടി ചെയ്യാം. സെയിം മോഡൽ തന്നെയാണ് കേട്ടോ. ഇൻ ആൻ എക്സാം സി സ്കോർഡ് 348 മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 5%. അപ്പോൾ സി എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്? 348 മാർക്ക് സ്കോർ ചെയ്തു. എത്ര ശതമാനത്തിന് തോറ്റുപോയി? 5% തോറ്റുപോയി. In the same exam, D scored 328 marks and failed by 7%. Same example D എന്ത് ചെയ്തു? സ്കോർ ചെയ്തു. എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്? 328 ആണ് സ്കോർ ചെയ്തത്. എത്ര പെർസെൻറ്റേജിനാണ് തോറ്റുപോയത്? 7% ആണ് തോറ്റുപോയത്. അപ്പം നമ്മൾ സെയിം എന്ത് ചെയ്യുന്നു? ഇവരുടെ പെർസെൻറ്റേജ് ഡിഫറൻസ് കണ്ടെത്തുന്നു. 7 - 5 2% ആണ്. അപ്പോൾ 2% എത്രയാണ്? ഈ മാർക്കിൻ്റെ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ? അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് വരുന്നത്. അപ്പം 20 എന്ന് പറഞ്ഞാൽ 2% എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 100% എത്രയായിരിക്കും? 100% എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പം 100 × 20 ഡിവൈഡ് ബൈ 2. 2ൻ്റെ ടേബിൾ എടുക്കുമ്പോൾ 2 10s are 20. 100 × 10 1000. കിട്ടിയേ? മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100% ആണ്. 2% 20 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇപ്പം മനസ്സിലാക്കിയ പോരാ, ചെയ്തുകൂടെ നോക്കണം. അപ്പം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ആൻസർ നമ്മുടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിടുക. ഇനി എന്താ? ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ കുറേ നോക്കി പോകുന്നത് നമുക്ക് എക്സാം ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് IBSൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് IBS.